സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15 വയസ്സുകാരന് നിപ്പ വൈറസ് ബാധിച്ചു എന്നാണ് സംശയിക്കുന്നത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചാലേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. കുട്ടിയുമായി സമ്പർക്കമുള്ള 3 പേരെ ഐസൊലേറ്റ് ചെയ്തു. വിഷയം ചർച്ച ചെയ്യാൻ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ഉടൻ ചേരും. ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറം സന്ദർശിക്കും. വിവരങ്ങളുമായി ശ്രീകുമാരനും MG പ്രതീഷും ഷഹദ് റഹ്മാനുമാണ് ചേരുന്നത്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, എപ്പോഴേക്കാണ് ആരോഗ്യമന്ത്രി എവിടേക്ക് എത്തുക? എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരങ്ങൾ? വേണു, രാവിലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നിലവിൽ മലപ്പുറം സ്വദേശിയായ 15-കാരനിലാണ് നിപ്പ വൈറസ് ബാധ ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത്. അതിനെ തുടർന്നാണ് ആദ്യം മലപ്പുറത്ത് തന്നെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ നിപ്പ ബാധ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് തന്നെ സംശയിച്ചതിനെ തുടർന്നാണ് കേരളത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനാ ഫലം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പൂനെ വൈറോളജി ലാബിലേക്ക് ഈ കുട്ടിയുടെ സ്രവം അയച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പരിശോധനാ ഫലം ലഭിക്കുമെന്നതാണ് ആരോഗ്യവകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ നിപ്പ വൈറസ് ബാധ സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് അടിയന്തര ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് യോഗം നടക്കുക. ഇതിൽ ആരോഗ്യ മന്ത്രി വീണ ജോർജ്, ഒപ്പം ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ഈ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ, ഒപ്പം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ ഈ യോഗത്തിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കാർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ പ്രാഥമിക നിഗമനം. പക്ഷേ ഈ കുട്ടിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടം. ആ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. കുട്ടിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 3 പേരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഇനി ഇവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്ന കാര്യം. ഒപ്പം ഈ നിപ്പ വൈറസിലേക്ക് വന്നാൽ പ്രധാനമായും ഈ രോഗം ശരീരത്തിൽ, അല്ലെങ്കിൽ ഈ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് 5 മുതൽ 15 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ 2 ദിവസം കൊണ്ട് തന്നെ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ രോഗത്തിന്റെ തീവ്രത അത്രത്തോളം വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം ഈ കടുത്ത പനി, ശരീരവേദന, ഒപ്പം ബോധക്ഷയം, അപസ്മാരം, ഇതൊക്കെയാണ് നിലവിൽ നിപ്പ ലക്ഷണങ്ങളായി ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സമാനമായ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം വിദഗ്ധ പരിശോധന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കും. ഈ മലപ്പുറത്തെത്തിയായിരിക്കും ആരോഗ്യമന്ത്രി മറ്റ് സ്ഥിതികൾ വിലയിരുത്തുന്നത്. എന്തായാലും നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം തുടങ്ങി എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. വേണു. ശരി, പ്രതീഷാണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീകുമാരനും ചേരുന്നു. ശ്രീത്ത്, എങ്ങനെയാണ് ഈ നിപ്പ എന്ന സംശയം വീണ്ടും ഉയർന്നത്? അമീബിക് മസ്തിഷ്ക ജ്വരമായിട്ട് അതിന്റെ ലക്ഷണങ്ങളുമായിട്ടാണ് ഈ കുട്ടി പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൗലാന ആശുപത്രിയിൽ എത്തുന്നത് എന്ന് പ്രാഥമികമായൊരു വിവരം ലഭിക്കുന്നു. അതിനുശേഷം ഗുരുതരാവസ്ഥയിലായതോടുകൂടി ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണ് പ്രാഥമികമായി ആരോഗ്യമന്ത്രിക്ക് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടുകൂടി ഒരു പ്രാഥമിക പരിശോധനയിൽ നിപ്പയാണെന്ന സംശയം തോന്നിയതിനെ തുടർന്ന് അടിയന്തരമായി തന്നെ ഈ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ എന്തായാലും ഇന്നലെ തന്നെ കൃത്യമായ രീതിയിൽ ഒരു പ്രാഥമിക യോഗം DMOയും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. രാവിലെയോടുകൂടി കൃത്യമായ രീതിയിൽ അവിടെ എത്തി ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഏതാണ്ട് സംശയം തോന്നിയ, ഉറപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഈ 15 വയസ്സുകാരന് ഗുരുതരാവസ്ഥയിലാണ് എന്നും പറയുന്നു, അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നും പറയുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ ഇത് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിംറ്റംസ് കാണിച്ചു തുടങ്ങിയതോടുകൂടി തന്നെ ഒപ്പമുള്ള 3 പേരെ കൂടി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. കൂടാതെ കോവിഡ് പ്രോട്ടോകോൾ, ഈ നിപ്പ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ ഈ കുട്ടി എവിടെയൊക്കെ പോയി, അല്ലെങ്കിൽ അടുത്ത സമ്പർക്കമുള്ള ആളുകളുടെ പട്ടിക, അതെല്ലാം തന്നെ കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക്
ഇത് പടരില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പാണ്ടിക്കാടുള്ള പ്രദേശമാണ്, പാണ്ടിക്കാട് എന്ന പ്രദേശമാണ് മലപ്പുറത്തെ എന്ന് പറയുന്നു. ഈ കുട്ടി സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കോ പോയിട്ടുണ്ടോ, അതിനുശേഷം ആ പ്രദേശത്തെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സംശയം ലക്ഷണങ്ങൾ കാണുമോ എന്നതിനെ കുറിച്ച് ഒരാശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ലെന്നും കൃത്യമായ രീതിയിൽ ഒരു റൂട്ട് മാപ്പ് തന്നെ വേണമെങ്കിൽ തയ്യാറാക്കാമെന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. എന്തായാലും മന്ത്രി ഉച്ചയോടുകൂടി അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ പ്രവർത്തനങ്ങൾ. ശരി ശ്രീജിത്ത്, ഇപ്പോൾ IMAയുടെ ഭാരവാഹിയായ സുൽഫി നുഹു ഡോക്ടർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുൽഫി നുഹു, ഈ മലപ്പുറത്തെ വാർത്തയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിപ്പ നമുക്ക് ഒരു ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് അല്ല കേരളത്തിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കൺഫേം ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിപ്പ നമുക്കറിയാം, നമുക്ക് മുൻകാലങ്ങളിലെ നിപ്പ പ്രതിരോധത്തില് നമുക്ക് വളരെയധികം ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, നിപ്പയെ കുറിച്ച് നമുക്ക് ആശങ്കാജനകമായ കാര്യങ്ങളില്ല എന്നുള്ളത് പറയാനുള്ള ഒരു കാരണം, നിപ്പ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു രോഗമല്ല. നമുക്ക് ലോകത്തെല്ലായിടത്തും രോഗം വന്നിരിക്കുന്നത് ചുരുക്കം ചില ആൾക്കാരിലാണ്. പക്ഷെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണെങ്കിൽ പോലും എന്താ പറയാ, നമ്മുടെ ഒരു വൈറൽ പനി പോലെയോ ഈവൻ കോവിഡ് പോലെയോ ഒക്കെ പടർന്നു പിടിച്ച് എല്ലായിടത്തും എത്തുന്ന ഒരു രോഗമല്ല. ഒരു പക്ഷേ ഒരു സെൽഫ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് കണ്ടെയ്ൻമെന്റ് വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അതാണ് പോസിറ്റീവ് വശം. രണ്ടാമത്തെ വശം, തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ നിപ്പ വന്നിട്ടുള്ള അവരുമായി സമ്പർക്കം വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അതിന്റെ റൂട്ട് നാം കൃത്യമായിട്ട് അതിന്റെ സ്പ്രെഡ് വന്നിരിക്കുന്ന ഉറവിടം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത്തരം ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുകയും അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ നിപ്പ വന്ന പോലെ പോകും എന്ന് ഞാൻ പറയും. പക്ഷെ അതിനുവേണ്ട മുൻകരുതലുകളും മറ്റു കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലുടനീളം വ്യാപകമായി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമല്ല നിപ്പ എന്ന് വ്യക്തമായി പറയാൻ കഴിയും. ഈ കോഴിക്കോട്ടെ സാഹചര്യം പോലെ തന്നെ ഈ വവ്വാലിന്റെ ഒക്കെ ഒരു മേഖലയായിരിക്കും ഈ പാണ്ടിക്കാട് എന്ന് കരുതുന്നുണ്ടോ മലപ്പുറം? നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഒരു റാപ്പിഡ് അർബനൈസേഷൻ നടക്കുന്ന സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരം ഒരു പ്രോബബിലിറ്റി അത് ഉണ്ടാവണമെന്നില്ല, ഒരു പ്രോബബിലിറ്റി നമുക്ക് ഈ കാര്യത്തിലുണ്ട്. അപ്പം അത്തരം വവ്വാലുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇത്തരം ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ കാലവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു കോഴിക്കോട് എന്നുള്ളൊരു പ്രത്യേക പ്രദേശത്തെ മാത്രം ഒരു കാര്യമായി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ സുൽഫി, ഒരു കാര്യം കൂടി, ഇപ്പോൾ കോഴിക്കോട് വ്യാപനം ഉണ്ടായിരുന്നു കാര്യമായി, പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ എറണാകുളത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്തു. അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. അപ്പോൾ മലപ്പുറത്തും ആ രൂപത്തിലാണോ താങ്കൾ കരുതുന്നത് പ്രാഥമികമായി? എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരു ഔട്ട് ബ്രേക്ക് വന്നാൽ പോലും ഇപ്പൊ നമുക്കറിയാമല്ലോ, നിപ്പ നമുക്ക് ഈ വവ്വാലിൽ നിന്ന് എത്തുമ്പോൾ പോലും അത് നമുക്കറിയാം, അതുമായിട്ട് സ്ഥിരമായി സമ്പർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരിലാണ് ആ രോഗം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ, ഒരാളിൽ നിന്നും അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും രോഗം ഉണ്ടാകാൻ എത്ര പേർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ലിമിറ്റഡ് ആൾക്കാരിൽ മാത്രമായിരിക്കാൻ വരാൻ സാധ്യതയുള്ളത്. ഈ കാര്യത്തിലും ഒന്നോ രണ്ടോ കേസുകളിൽ ഒരുങ്ങി നിന്നാലോ അത്ഭുതമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നാം കൃത്യമായ ശ്രദ്ധയോടുകൂടി ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നന്ദി ഡോക്ടർ സുൽഫി നുഹു പ്രതികരിച്ചതിന്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഷഹദ്, ഈ ചികിത്സയിലുള്ള കുട്ടിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ആദ്യം തന്നെ പറയട്ടെ, ആശങ്കയല്ല ജാഗ്രതയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. അല്പം മുമ്പ് ഡോക്ടർ സുൽഫി നുഹർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുൻപിൽ ഒരു ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പാനിക് ആകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നമ്മളോട് പറയുന്നത്. 15 വയസ്സുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ ഈ നിപ്പ ബാധ സംശയിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലാണ് ഈ കുട്ടിയുടെ വീട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് കടുത്ത പനിയായിരുന്നു. അങ്ങനെ പനി ആയതിനെ തുടർന്നാണ് മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്നും കുട്ടിക്ക് അപസ്മാരം വരുന്നു. പിന്നീട് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അവിടെ എത്തി പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ നിപ്പ ബാധ സംശയിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് അവിടെ നിന്നും സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ തന്നെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചിട്ടുണ്ട്. ഈ പരിശോധന ഫലം വൈകിട്ടോടുകൂടി പുറത്തു വരും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കുന്നത്. ഈ ഒരു
പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ജില്ലയിലേക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മലപ്പുറം DMOയുടെയും മലപ്പുറം കളക്ടറുടെയും അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് ഈ യോഗം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോട് കൂടിയിട്ടേ ആരോഗ്യമന്ത്രി ഇവിടേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഇപ്പോൾ ഈ ഓൺലൈൻ ആയിട്ട് യോഗം ചേരുന്നത്. അങ്ങനെ ഈ ഓൺലൈൻ യോഗം കഴിഞ്ഞതിന് ശേഷം പക്ഷേ DMO വാർത്താ സമ്മേളനം വിളിക്കും എന്നൊരു വിവരവും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കുട്ടിയുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നുള്ളൊരു കാര്യം ഈ ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കുട്ടി അബോധാവസ്ഥയിലാണ് എന്നൊരു കാര്യവും ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ട 3 പേരെ ഇപ്പോൾ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ കോഴിക്കോടാണ് ഉള്ളത് എന്ന കാര്യവും പറയുന്നുണ്ട്. കുട്ടി ICUവിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത് എന്ന കാര്യവും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ഉടനീളം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ അതായത് ഈ നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഈ ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കടക്കുക എന്നുള്ളൊരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യോഗം ഓൺലൈൻ യോഗം പുരോഗമിക്കുകയാണ്. ഈ ഓൺലൈൻ യോഗം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ പുറത്തുവരിക. വേണം ഷഹദ് റഹ്മാനും MG പ്രതീഷും ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.